നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ജീവിത വിജയം എങ്ങനെ കരസ്ഥമാക്കാം എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ ഒരു പുതിയ വീഡിയോ ആരംഭിക്കുകയാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. എല്ലാവരുടെയും സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ജീവിത വിജയം അല്ലെങ്കിൽ അയാളുടെ ലക്ഷ്യം ആയിരിക്കില്ല മറ്റൊരാൾക്ക്. ഒരു വ്യക്തി ഒരു വലിയ വീട് സ്വന്തമാക്കണം, കുറേയധികം സ്ഥലം വാങ്ങണം, ഒരു ആഡംബര കാർ വാങ്ങണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ മറ്റൊരു വ്യക്തി അയാളുടെ ബിസിനസ്സിൽ സക്സസ് ആവണം, പുതിയ കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യണം, ഒരുപാട് പേർക്ക് തൊഴിൽ നൽകുന്ന പുതിയ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കണം എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. ഇനി മറ്റൊരാളാകട്ടെ അയാൾ നിൽക്കുന്ന മേഖലയിൽ വളരെ പ്രശസ്തനാകണം, അംഗീകാരങ്ങൾ നേടണം. അങ്ങനെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ മാത്രം അപഗ്രഥിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ജീവിത വിജയം. അപ്പോൾ അത് സ്വന്തമാക്കുവാൻ വേണ്ടി ഓരോരുത്തരും സ്വീകരിക്കുന്ന മാർഗങ്ങളും വളരെ വ്യത്യസ്തമായിരിക്കും. എങ്ങനെ സക്സസ് ആയ ഒരു പേഴ്സൺ ആകാം അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ എങ്ങനെ നേടിയെടുക്കാം എന്ന് ശ്രമിക്കുമ്പോൾ അതിനുള്ള സ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ പരാജയത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെ ജീവിത വിജയം നേടുവാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തും, അത് പ്രായോഗികമാക്കും എന്നതിനൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നമ്മളെ പിന്നോട്ടടിക്കുന്ന അല്ലെങ്കിൽ വീഴ്ചയിലേക്ക് കൊണ്ടുവരുന്ന നമ്മുടെ ചില ആക്ടിവിറ്റീസ്, നമ്മുടെ ചില ശീലങ്ങൾ, പ്രവർത്തികൾ, നമ്മുടെ സ്വഭാവത്തിലുള്ള ചില കാര്യങ്ങൾ അതെന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ജീവിത വിജയം ലക്ഷ്യമാക്കി നീങ്ങുന്ന ഒരു വ്യക്തി ഒരു കാരണവശാലും അവന് പാളിച്ചയുണ്ടാകുന്ന അല്ലെങ്കിൽ അവനെ താഴേക്ക് വീഴ്ത്തുന്ന ഒരു സംഗതികളും ചെയ്യാൻ പാടില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ഷമയില്ലായ്മ. നമ്മളൊരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വ്യക്തികളുമായി സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. ഒറ്റയ്ക്കാണ് ഒരു ലക്ഷ്യം നമ്മൾ സാധിച്ചെടുക്കേണ്ടതാണെങ്കിൽ പോലും നമ്മൾ സമൂഹ ജീവി ആയതിനാൽ പല അവസരങ്ങളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ, പല വ്യക്തികളുമായുള്ള സമ്പർക്കത്തിലൂടെ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ വേണ്ട അതിപ്രധാനമായ ഒരു സംഗതിയാണ് ക്ഷമ. ക്ഷമയില്ലായ്മ നമ്മളെ ജീവിത വിജയത്തിന് തീർച്ചയായും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു വലിയ ഘടകം തന്നെയാണ്. നിർണായകമായ പല കാര്യങ്ങളും നമ്മൾ നേടിയെടുക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ, അത് ഒറ്റയ്ക്ക് കൂട്ടായ്മയായോ ചെയ്യേണ്ടി വരുമ്പോഴെല്ലാം നമുക്ക് ക്ഷമ വളരെ അത്യാവശ്യമാണ്. ക്ഷമയില്ലായ്മയിലൂടെ നമ്മൾ എടുത്തു ചാടി ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചില വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ ചുറ്റും നിൽക്കുന്നവരിൽ നിന്നും നമ്മളെ അകറ്റാനിടയാകും. നമ്മുടെ മുന്നിൽ തുറക്കാൻ സാധ്യതയുള്ള ഒരു വാതിൽ നമ്മുടെ ഈ ക്ഷമയില്ലായ്മയിലൂടെ, നമ്മുടെ ക്ഷമയില്ലാത്ത ഒരു പ്രകടനത്തിലൂടെ, ഒരു സംഭാഷണത്തിലൂടെ നമ്മുടെ മുന്നിൽ അടയ്ക്കപ്പെടും. നമ്മൾ കേൾക്കണം. നമുക്കൊപ്പം നിൽക്കുന്നവർ അല്ലെങ്കിൽ നമ്മൾ ചെന്ന് നിൽക്കുന്ന സാഹചര്യത്തിലുള്ള വ്യക്തികൾ പറയുന്നത് നമ്മൾ കേൾക്കണം, ചിന്തിക്കണം. ചിന്തിച്ചിട്ട് മാത്രം നമ്മൾ പ്രവർത്തിക്കണം. ഒരിക്കലും എടുത്തു ചാടി നമ്മൾ അവിടെ ഒരു തീരുമാനമെടുക്കുകയോ ഒരു പ്രകടനം നടത്തുകയോ ചെയ്യരുത്. ക്ഷമയോടുകൂടി അവിടെ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മോട് അവർ പറഞ്ഞത്, അല്ലെങ്കിൽ എന്താണ് നമ്മളിവിടെ കൃത്യമായി ചെയ്യേണ്ടത് എന്ന ബോധം നമുക്കുണ്ടാകണം. ആ ബോധത്തോടു കൂടി കൃത്യമായി പറയുന്ന വാചകത്തിലൂടെ, കൃത്യമായി ചെയ്യുന്ന പെരുമാറ്റത്തിലൂടെ മാത്രമേ നമുക്ക് അവിടെ മുന്നേറാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും ഈ ഒന്നാമത്തെ പോയിന്റ് ഒരിക്കലും നമ്മൾ കൈവിട്ട് കളയാതിരിക്കുക. ക്ഷമ നമുക്ക് വേണം. ക്ഷമയില്ലായ്മ നമ്മുടെ ജീവിത വിജയത്തിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു പ്രധാനമായ ഘടകമാണ്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, വിട്ടുവീഴ്ച. നമ്മൾ വിട്ടുവീഴ്ചയുള്ള ഒരു വ്യക്തി ആയിരിക്കണം. കൂട്ടുത്തരവാദിത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യം, ഒരു ടീം പ്രോജക്റ്റ് നമ്മൾ ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകണം. അതായത് നമ്മൾ ചെയ്യുന്നതാണ് ശരി എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ പോലും ഒപ്പം നിൽക്കുന്നവരുടെ അല്ലെങ്കിൽ നമ്മോട് ആശയപരമായി സംവദിക്കുന്നവരുമായി വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറാകണം. അവിടെ നമ്മൾ എടുത്തടിച്ചതുപോലെ തീരുമാനങ്ങൾ എടുക്കുകയോ പ്രകടനങ്ങൾ നടത്തുകയോ ചെയ്യാൻ പാടില്ല. പല കാര്യങ്ങളും നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ആ കോംപ്രമൈസ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ആ വിട്ടുവീഴ്ച ചെയ്യുന്നതിനെ ബുദ്ധിപൂർവം നമ്മുടെ ജീവിത വിജയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു സക്സസ് പേഴ്സൺ ചെയ്യേണ്ടത്. അല്ലാതെ നമുക്കിവിടെ യോജിക്കാൻ കഴിയില്ല, എൻ്റെ തീരുമാനം മാത്രമാണ് ശരി, ഇതിൽ നിന്നും അണുവിട ഞാൻ ചലിക്കില്ല എന്ന്
ഒരു ഉറച്ച തീരുമാനത്തോടുകൂടി നിന്ന് നിർദാക്ഷിണ്യം നിഷ്കരുണം പെരുമാറി സംസാരിച്ച് നമ്മളൊരു പ്രകടനം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലുള്ള അവസരം എന്നേക്കുമായി നമ്മളിൽ നിന്നും അകന്നു പോകും. നമുക്ക് അവസരത്തിന്റെ പടിവാതിൽ തുറന്നപ്പുറത്തേക്ക് പോകുവാൻ തീർച്ചയായും സാധിക്കില്ല. അതുകൊണ്ട് ഈ രണ്ടാമത്തെ പോയിന്റ് ഒരു കാരണവശാലും നിങ്ങൾ മറക്കരുത്. ഏതൊരു ടീം വർക്കിലായാലും ശരി തന്നെ, ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യുകയാണെങ്കിലും നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. അത് മറ്റുള്ളവരോട് മാത്രമല്ല, നമ്മളോട് പോലും നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടതുണ്ട്. ചില ഘട്ടങ്ങളിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്തു വയ്ക്കും. പക്ഷേ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ആ തീരുമാനങ്ങളിൽ ചില വിട്ടുവീഴ്ചകൾക്ക് നമ്മൾ തയ്യാറായില്ല എന്നുണ്ട് എങ്കിൽ നമുക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിക്കും. നമുക്ക് വലിയ അവസരങ്ങളില്ലാതെ വരും. നമുക്ക് വലിയ വിജയങ്ങൾ നേടാൻ കഴിയാതെ വരും. നമുക്കൊപ്പം ആരും നിൽക്കാത്ത ഒരു സാഹചര്യം നമ്മളായി തന്നെ സൃഷ്ടിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ രണ്ടാമത്തെ പോയിന്റും നമ്മൾ ഒരു കാരണവശാലും വിട്ടുകളയരുത്. വിട്ടുവീഴ്ചയ്ക്ക് ഒരു പരിധിവരെയെങ്കിലും തയ്യാറുള്ള ഒരു വ്യക്തിയായിരിക്കണം നമ്മൾ. ഇനി മൂന്നാമത്തെ പോയിന്റ് പറയാം. അംഗീകരിക്കാൻ മടിക്കാതിരിക്കുക. നമ്മൾ മറ്റുള്ളവരെ, നമുക്കൊപ്പം നിൽക്കുന്നവരെ, നമുക്ക് അവസരങ്ങൾ നൽകാൻ തയ്യാറാകുന്നവരെ, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ നല്ല പ്രകടനം നടത്തിയ നമ്മുടെ ഒരു സബോർഡിനേറ്റിനെ നമ്മൾ അംഗീകരിക്കുവാൻ തയ്യാറാകാതിരിക്കാതിരിക്കുക. അംഗീകാരം വേണം. ജീവിതത്തിൽ നമ്മുടെ കുടുംബാംഗങ്ങളെ പോലും അവർ ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തിയിൽ അംഗീകരിക്കേണ്ടത് ഒരു ബാധ്യത നമുക്കുണ്ട്. അത് ബാധ്യതയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ബാധ്യതയാണ്. നമ്മൾ ചെയ്തിരിക്കണം. നമ്മുടെ കുടുംബാംഗങ്ങളെ നമ്മൾ സ്നേഹത്തോടുകൂടി നമ്മുടെ ഒപ്പം നിർത്തണമെങ്കിൽ അവരുടെ നല്ല പ്രവൃത്തികളെ അംഗീകരിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. നമ്മളതിന് തയ്യാറാകണം. മനസ്സിൽ എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട്, പക്ഷെ എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്ന പല വ്യക്തികളെ നമുക്ക് സമൂഹത്തിൽ കാണാം. മനസ്സിൽ അവർക്ക് സ്നേഹം ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല. അത് അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയണം. നമ്മൾ സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കണം. നമ്മുടെ സ്നേഹം മനസ്സിൽ വെച്ചിരുന്നാൽ അത് അവർക്ക് അറിയാൻ കഴിയില്ല. നമ്മൾ അവരോട് പെരുമാറ്റത്തിലൂടെ, വാക്കുകളിലൂടെ സ്നേഹം പ്രകടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് അവരോട് സ്നേഹമുണ്ടെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയൂ. എങ്കിലേ അവർ നമുക്കൊപ്പം നിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഒരു ജീവിത വിജയ പാതയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു വ്യക്തി അയാൾ ഒപ്പമുള്ളവരെ അംഗീകരിക്കാൻ മടിക്കാത്ത ഒരു വ്യക്തി ആയിരിക്കണം. നമുക്കൊപ്പമുള്ളവർ, അല്ലെങ്കിൽ നമ്മുടെ മേലധികാരികൾ, അല്ലെങ്കിൽ നമ്മുടെ താഴെയുള്ളവർ, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, ബന്ധുജനങ്ങൾ, അവർക്കൊരു അംഗീകാരം ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ നേട്ടമുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ അവരെ അംഗീകരിക്കാൻ മടിക്കുന്ന ഒരു വ്യക്തിയായി മാറരുത്. നമ്മൾ അവരെ അംഗീകരിക്കണം, അനുമോദിക്കണം. അവരുടെ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരണം. ആശയങ്ങൾ വഴിമുട്ടി നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളുടെ ഭാഗത്തു നിന്നും ആ പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു അഭിപ്രായം ലഭിക്കുന്നത്. നമ്മൾ അവർക്ക് അഭിപ്രായം പറയുവാൻ അവസരം കൊടുക്കാത്തൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ആ പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു അഭിപ്രായം ആ വ്യക്തിയിൽ നിന്ന് ലഭിക്കില്ല. നമ്മൾ അവരുടെ അഭിപ്രായത്തിന് ചെവി കൊടുക്കണം. എന്നിട്ട് നമ്മളത് അനലൈസ് ചെയ്യണം. അത് നമ്മുടെ ആശയങ്ങൾക്ക് വിരുദ്ധമാണോ, പ്രതികൂലമായി ബാധിക്കുമോ, നമുക്കത് ഗുണകരമാകുമോ എന്ന് ചിന്തിച്ചിട്ട് മാത്രം അത് നടപ്പിലാക്കണം. പക്ഷേ ആ വ്യക്തി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്വൈസാണ് തന്നതെങ്കിൽ അതിനെ അംഗീകരിക്കാൻ നമ്മൾ മടിക്കരുത്. നമ്മൾ ഒപ്പം നിൽക്കുന്നവരെ, കുടുംബാംഗങ്ങളെ ആയാലും സുഹൃത്തുക്കളെ ആയാലും ബന്ധുജനങ്ങളെ ആയാലും ആരെ ആയാലും നമ്മൾ അംഗീകരിക്കാൻ മടിക്കാതിരുന്നാൽ അവരും നമ്മളെ വിട്ടുപോകും. അവരുടെ യാതൊരു പിന്തുണയും നമ്മുടെ മുന്നോട്ടുള്ള ഒരു ചലനങ്ങൾക്കും ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് അംഗീകരിക്കാൻ മടിക്കാതിരിക്കുക എന്നുള്ള കാര്യം പ്രത്യേകമായി പറയുന്നത്. 3 പോയിന്റുകൾ, നമ്മൾ പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ക്ഷമയില്ലായ്മ, വിട്ടുവീഴ്ചയില്ലായ്മ, അംഗീകരിക്കാനുള്ള മടി. ഈ 3 കാര്യങ്ങളും നമ്മുടെ ജീവിത വിജയത്തിന് നമ്മളെ പിറകോട്ടടിക്കുവാൻ ഏറ്റവും ശക്തമായ 3 നാഴിക കല്ലുകളാണ്. അവയെ നമ്മൾ ഒരിക്കലും ചുമന്നുകൊണ്ട് നടക്കരുത്. നമ്മൾ ആ ശീലത്തിൽ നിന്നും പുറത്തു കിടക്കുക. ഈ ശീലമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ശീലത്തിനെ നിങ്ങൾ വളർത്തരുത്. തുറന്ന മനസ്സുള്ള, ചിന്താഗതിയുള്ള ഒരു വ്യക്തിയായിരിക്കുക. നമ്മളൊരു വൈറ്റ് പേപ്പർ ആവുക. വൈറ്റ് പേപ്പറിൽ നമുക്ക് എഴുതാം, നമ്മുടെ ആശയങ്ങൾ എഴുതി സൂക്ഷിക്കാം. അതല്ലാതെ നമ്മൾ ക്ഷമയില്ലാത്ത, വിട്ടുവീഴ്ചയില്ലാത്ത, ആരെയും അംഗീകരിക്കാത്ത,
സ്വന്തമായി പോലും അംഗീകരിക്കാൻ മടിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിത വിജയം സ്വായത്തമാക്കും? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇത് കൂടാതെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ തടയിടുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതികൂലമാകാൻ സാധ്യതയുള്ള അത് ഏതൊരു സംഗതിയാണെങ്കിലും ശരി തന്നെ നമ്മൾ മാറ്റിവെക്കണം. അത് മദ്യമാകാം, മയക്കുമരുന്നാകാം, നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങളുള്ള പല ഘടകങ്ങളുമാകാം, മോശം കൂട്ടുകെട്ടുകളാകാം. ഇതെല്ലാം നമ്മൾ മാറ്റിവെക്കണം. ഇതെല്ലാം മാറ്റിയാൽ മാത്രമേ നമ്മൾ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന വഴികളിലേക്ക് പോകുമ്പോൾ എങ്ങനെ നമുക്ക് ജീവിത വിജയം നേടാം, എങ്ങനെ ഒരു സക്സസ് പേഴ്സൺ ആകാം, അതിനുള്ള വഴികൾ എന്താണ്, അങ്ങനെ പ്ലസ് പോയിന്റുകൾക്ക് വേണ്ടി മാത്രം നമ്മൾ അലയുമ്പോൾ നമ്മളിലുള്ള മൈനസ് പോയിന്റുകൾ എന്താണ് എന്ന് നമ്മൾ തീർച്ചയായും തിരിച്ചറിയുകയും അവ ഉപേക്ഷിക്കുകയും ചെയ്യണം. അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ആദ്യകാലങ്ങളിൽ ഉണ്ടാകും. പക്ഷെ അതൊരു ശീലമാക്കണം. നമ്മളൊരു തുറന്ന മനസ്സുള്ള, വളരെ സൗഹാർദ്ദപരമായി ഇടപെടുന്ന, മറ്റുള്ളവരെ അംഗീകരിക്കാൻ മടി കാണിക്കാത്ത ഒരു വ്യക്തിയായിരിക്കണം. ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് നമ്മോട് കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളെ നമ്മൾ സ്നേഹിക്കണം, നമ്മളെ നമ്മൾ അംഗീകരിക്കണം, നമ്മോട് നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം, നമ്മോട് നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകണം. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മനുഷ്യസഹജമായ ചില പിഴവുകൾ സംഭവിക്കും. പക്ഷെ എനിക്കൊരു പിഴവ് സംഭവിച്ചു, ഞാനതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു വ്യക്തിയായിരുന്നു എന്ന് ചിന്തിച്ച് മനസ്സിനെ വിഷമിച്ച് നമ്മൾ നമ്മളെ തന്നെ കൊല്ലാൻ തയ്യാറാകരുത്. നമ്മൾ നമ്മോട് ക്ഷമിക്കാൻ തയ്യാറാകണം. ഒരു പറ്റി ഇനി ഞാനത് ആവർത്തിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കും, ഞാൻ എന്നോട് തന്നെ ക്ഷമിച്ചിരിക്കുന്നു എന്ന് നമ്മൾ സ്വയം പറയണം. അത് പ്രാവർത്തികമാകണം. നമ്മളെടുത്ത തീരുമാനങ്ങളിൽ നിന്ന് ചില സാഹചര്യങ്ങൾ നമുക്ക് പിൻവാങ്ങേണ്ടി വരും, അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അതൊരു കുറ്റമല്ല, തെറ്റല്ല. നമ്മുടെ ജീവിത വിജയത്തിന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചില സാഹചര്യങ്ങൾ, നമ്മുടെ തീരുമാനങ്ങളിൽ ചില വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും. അത് നമ്മൾ വിജയത്തിലെത്തണം എന്നുണ്ടെങ്കിൽ അത് സഹജമായ ഒരു കാര്യമാണ്. നമ്മളത് തീർച്ചയായും ചെയ്തിരിക്കണം. നമ്മുടെ ലക്ഷ്യം വിജയമായതിനാൽ നമ്മളത് ചെയ്തിരിക്കണം. അപ്പോൾ ആ വിട്ടുവീഴ്ച നമ്മൾ നമ്മോടും ചെയ്യാൻ തയ്യാറാകണം. സ്വയം ക്ഷമിക്കാൻ കഴിയുന്നവന്, സ്വയം വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുന്നവന് മാത്രമേ മറ്റുള്ളവരോടോ മറ്റു സാഹചര്യങ്ങളിലോ ഒക്കെ അത് പ്രാവർത്തികമാക്കാൻ കഴിയുകയുള്ളൂ. സ്വയം അംഗീകരിക്കണം. നമുക്ക് പല വീഴ്ചകൾ സംഭവിക്കാം, പക്ഷെ ആ വീഴ്ചകൾ സഹജമായി സംഭവിച്ചു പോയതാണ്, ചില പിഴവുകളുടെ അടിസ്ഥാനത്തിൽ സംഭവിച്ചു പോയതാണ്. പക്ഷേ ഞാൻ അതൊന്നും അർഹിക്കുന്ന ഒരു വ്യക്തിയല്ല, ഞാൻ അതിനേക്കാൾ മുകളിലുള്ള ഒരുവനാണ്. ഈ പരാജയങ്ങൾക്ക് അതീതനായ ഒരു വ്യക്തിയാണ് ഞാൻ. സാഹചര്യവശാൽ സംഭവിച്ചു പോയി, ഞാൻ അതിജീവിക്കും, ഞാൻ കയറി വരും, ഞാൻ പടവെട്ടി പിടിക്കും, പോരാടും. ഞാൻ പോരാളിയാണ്, വിജയത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു പോരാളിയാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ വീഴ്ചകളെ, എൻ്റെ തെറ്റുകളെ, എൻ്റെ കുറ്റങ്ങളെ സ്വയം അംഗീകരിക്കാനുള്ള വിശാല മനസ്കത നാം കാണിക്കണം. അത് നമ്മുടെ ഒരു ശീലമായിരിക്കണം. നമ്മുടെ വിജയത്തിലേക്ക് പോകുന്നതിനിടയിൽ ഉണ്ടാകുന്ന മാർഗ തടസ്സങ്ങളെ നമ്മൾ തരണം ചെയ്യണമെങ്കിൽ നമ്മൾ സ്വയം അംഗീകരിക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തി കൂടി ആയിരിക്കണം. എങ്കിലേ നമുക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാൻ കഴിയൂ. നമ്മുടെ വിജയം ആഘോഷിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ തീർച്ചയായും മറ്റുള്ളവരുടെ വിജയം അംഗീകരിക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തി കൂടി ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷം ലഭിക്കുകയുള്ളൂ, സമാധാനം ലഭിക്കുകയുള്ളൂ, പിന്തുണ ലഭിക്കുകയുള്ളൂ, നമുക്ക് നേട്ടങ്ങൾ സ്വായത്തമാക്കാൻ കഴിയുകയുള്ളൂ. എന്നെ എന്താണ് എൻ്റെ ജീവിത ലക്ഷ്യത്തിലെത്താൻ പ്രതികൂലമായി ബാധിക്കുന്ന എന്നിലുള്ള ഘടകങ്ങൾ എന്ത് എന്ന് ഓരോ വ്യക്തിക്കും സ്വയം തിരിച്ചറിയാൻ കഴിയും. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ സ്വയം പരിവർത്തനം ചെയ്യപ്പെടണം, നമ്മൾ സ്വയം റീചാർജ് ചെയ്യപ്പെടണം. എങ്കിൽ മാത്രമേ നമുക്കൊരു സക്സസ് പേഴ്സൺ ആകാൻ കഴിയുകയുള്ളൂ. അത് നമ്മൾ സ്വയം ചെയ്യേണ്ടതാണ്. എൻ്റെയോ അല്ലെങ്കിൽ എന്നെ പോലുള്ള അനേകരുടെയോ വാക്കുകൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ചെറിയ തിരയിളക്കങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷെ അതിനെ വൻ തിരമാലകളാക്കി അതിൽ നിന്ന് എനർജി സംഭരിച്ച് നിങ്ങൾ സ്വയം റീചാർജ് ചെയ്യണമെങ്കിൽ ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു പവർ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സ്വയം ബിൽഡപ്പ് ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ജീവിത വിജയം നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു കാര്യമാണ്. ഒരാൾ ഈയിടെ ചോദിച്ചു, നമ്മുടെ ചാനലിലും അത്തരത്തിലൊരു കമന്റ് വന്നിരുന്നു, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു സക്സസ് പേഴ്സൺ ആകാൻ എന്തെങ്കിലുമൊക്കെ കഴിവുകൾ വേണ്ടേ? എനിക്ക് അതാണല്ലോ ഇല്ലാത്തത്. ഉണ്ട്, കഴിവില്ലാത്തവരായി ആരും ജനിക്കുന്നില്ല.
ഇതെന്റെ വാക്കുകളല്ല, ഒരുപാട് മഹാന്മാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കഴിവുമില്ലാത്തവരായി ഒരു വ്യക്തികളുമില്ല. ആ കഴിവ് എന്താണെന്ന് സ്വയം കണ്ടെത്തണം. മറ്റൊരാൾക്ക് പാട്ടുപാടാൻ, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കലാപരമായ, അല്ലെങ്കിൽ കായികപരമായ, അല്ലെങ്കിൽ ബൗദ്ധികപരമായ കഴിവുകളുണ്ട്. അയാൾ ജീവിതത്തിലേക്ക് ഉന്നതികളിലേക്ക് പോയി രക്ഷപ്പെടുന്നു. എനിക്കിതൊന്നും ഇല്ല എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. നമുക്ക് പാടാനോ ആടാനോ ചാടാനോ ഒന്നും കഴിവില്ലെങ്കിലും നമുക്ക് ചില കഴിവുകളുണ്ട്. അത് മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും. ഇന്ന് അത്യാധുനികമായൊരു കാലമാണ്, സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണ്. ഏത് രംഗത്ത് പ്രവർത്തിക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിക്കും സ്വയം അവസരങ്ങൾ ധാരാളമായി കണ്ടെത്തുവാനും അതുകൊണ്ട് വിജയം നേടുവാനും കഴിയുന്ന ഒരു കാലഘട്ടം. അവിടെ ചിന്തിക്കാനുള്ള ശേഷി, എന്തിനു വേണ്ടി? നമ്മുടെ കഴിവ് എന്താണെന്ന് സ്വയം കണ്ടെത്തുന്നതിന് വേണ്ടി ചിന്തിക്കാനുള്ള ശേഷി, അത് വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് സ്വന്തം കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയും. അതിലൂടെ മുന്നോട്ട് പോകുവാനും കഴിയും. നമ്മുടെ കഴിവില്ലായ്മയെ പറ്റി മാത്രം ചിന്തിക്കരുത്. നമ്മുടെ കഴിവില്ലായ്മകൾ എന്താണ് എന്ന് നിങ്ങളൊരു പട്ടിക തയ്യാറാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കഴിയുമെന്നും ഒരു പട്ടിക തയ്യാറാക്കുക. സാമ്പത്തികത്തെ ഇതുമായി കൂട്ടിക്കുഴയ്ക്കാതിരിക്കുക. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, നമ്മൾ സീറോ ബാലൻസിലാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതികൾക്ക് രൂപം നൽകാതിരിക്കുക. നിങ്ങൾ അവിടെ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ഒരു സ്വപ്നമുണ്ട്, അതിൻ്റെ ഫണ്ടിങ് എങ്ങനെ കൊണ്ടുവരാമെന്ന് വേണം നിങ്ങൾ ചിന്തിക്കുക. ഇല്ലാത്ത ഫണ്ട്, ആ ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വലിയൊരു കാര്യം സാധിക്കും എന്ന് പറഞ്ഞ് ആ ഒരു ഫണ്ടിന് വേണ്ടി കാത്തിരുന്ന് നിങ്ങൾ സമയം കളയരുത്. അതായത് വലിയൊരു ലക്ഷ്യം നിങ്ങളുടെ മനസ്സിലുണ്ട്, പക്ഷെ അതിന് എന്തൊക്കെയോ കാര്യങ്ങൾ നേടിയെടുക്കണം, എങ്കിൽ മാത്രമേ എനിക്ക് ആ വലിയ ലക്ഷ്യത്തിലേക്ക് പോകാൻ കഴിയൂ. അതുകൊണ്ട് ആദ്യം ആ നേടിയെടുക്കേണ്ട അടിസ്ഥാന കാര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ കാത്തിരിക്കരുത്. വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടുന്നത് അടിസ്ഥാനപരമായ ചില ചെറിയ ലക്ഷ്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അടിസ്ഥാനപരമായ ആ ചെറിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനായി ശ്രമിക്കുക. നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് അതായിരിക്കണം. നിങ്ങൾ ആ ഒന്നാമത്തെ ലക്ഷ്യം എന്നത് അടിസ്ഥാനപരമായ ആ കാര്യങ്ങൾ, അത് എന്തായാലും ശരി തന്നെ, അത് പണമായാലും അതുമായിട്ട് അനുബന്ധമായ എന്ത് കാര്യമായാലും ശരി തന്നെ, അതാണ് നിങ്ങളുടെ ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷൻ നിങ്ങൾ ആദ്യം സൃഷ്ടിക്കുക. അതിനുവേണ്ടി നിങ്ങൾ ഈ നിമിഷം മുതൽ, ഈ ദിവസം മുതൽ നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങളുടെ ദുശീലങ്ങൾ, നിങ്ങളുടെ വിജയത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന, നിങ്ങളെ പിന്നോട്ടടിക്കുന്ന, നിങ്ങളുടെ വഴികൾ തടസ്സപ്പെടുത്തുന്ന ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഒരു വെള്ള പേപ്പറിൽ എഴുതി സൂക്ഷിക്കുക. എന്നിട്ട് അവയെ ഒന്നൊന്നായി വെട്ടിക്കളയുക. നിങ്ങൾ അതിനെ ഇല്ലായ്മ ചെയ്യുക, മറികടക്കുക. എന്നിട്ട് നിങ്ങൾ വിജയത്തിലേക്ക് പോകുവാനുള്ള നിങ്ങളുടെ പ്ലാൻ അത് കൃത്യമായി നിങ്ങൾ നടപ്പിലാക്കുക. തീർച്ചയായും സുഹൃത്തേ, നിങ്ങൾക്ക് ജീവിത വിജയം ഉറപ്പാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. ഭാഗ്യം എന്നത് ജീവിത വിജയവുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യമല്ല. അതിനെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോയിൽ തീർച്ചയായും സംസാരിക്കുന്നതാണ്. നിങ്ങളിൽ പലരും കരുതും എനിക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ടാണ് എനിക്ക് രക്ഷപ്പെടാൻ കഴിയാത്തത്, മറ്റുള്ള പലരും ചെറിയ ശ്രമങ്ങളിലൂടെ വിജയിക്കുന്നു, എനിക്ക് ഭാഗ്യമില്ല എന്ന്. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കുക. ഞാൻ ഈ അടുത്ത് ഒരു വ്യക്തിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു പ്രധാന പോയിന്റ് ഉണ്ട്. വിധിയെ മതി കൊണ്ട് വെല്ലലാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് നമ്മുടെ വിധി എന്ന് പറയുന്നതിന് മതി, അതായത് ബുദ്ധി, നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് മറികടക്കാം. എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരും ജീവിത വിജയം നേടും, തീർച്ചയായും നേടും. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അതിൻ്റെ ഫലം നിങ്ങൾക്ക് എന്നായാലും എപ്പോഴായാലും നിങ്ങളെ തേടിയെത്തിയിരിക്കും. നിങ്ങൾക്ക് തീർച്ചയായും ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആകാൻ കഴിയും എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. തീർച്ചയായും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.